നബിവാക്യം. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നവർ ഇന്ന് നിത്യകാഴ്ചയാണ്. ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, വീട് നിർമ്മാണ സഹായം, വിവാഹ സഹായം മുതലായ ആവശ്യങ്ങൾ മുന്നിലെത്തുമ്പോൾ കഴിയും വിധം സഹായിച്ചാൽ അത് നമ്മുടെ ബാങ്ക് ബാലൻസിൽ അല്പം കുറവ് രേഖപ്പെടുത്തുമെങ്കിലും പരലോകത്തെ അക്കൗണ്ടിൽ വൻ നിക്ഷേപമായി മാറുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ ഒരിക്കലും ധനത്തിൽ കുറവ് വരുന്നില്ല, മറിച്ച് അത് അനേകമിരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്യുക. നബി തിരുമേനിയുടെ അടുത്ത് വേവലാതിയും പരാതിയും പറയാൻ വരുന്ന ആരെയും അദ്ദേഹം കൈയൊഴിഞ്ഞിരുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉറക്കമിളക്കുന്നതും അതിനായി കഠിന യത്നം ചെയ്യുന്നതും ഏറ്റവും വലിയ ആരാധനയായി കണ്ടു. ഒരിക്കൽ നബി പ്രകാരം പറഞ്ഞു, ഒരു സഹോദരൻ്റെ ആവശ്യം നിറവേറ്റാൻ അവൻ്റെ കൂടെ നടക്കലാണ് എൻ്റെ ഈ പള്ളിയിൽ ഒരു മാസം ധ്യാനമിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം. ആവശ്യക്കാർക്കും ദരിദ്രർക്കും നേരെ വാതിൽ കൊട്ടിയടച്ച് തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും വയറ് നിറക്കുന്ന ചില ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പുണ്യ റസൂലിൻ്റെ ജീവിതത്തെയാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച നബി ജീവിച്ചത് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും പാന്താവിലൂടെയായിരുന്നു. മറ്റൊരു നബി വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സൃഷ്ടികളൊക്കെയും ലോകരക്ഷിതാവിൻ്റെ കുടുംബമാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ കുടുംബത്തിന് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരെയാണ്.